ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ സാംസങ് S23 ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ ബാറ്ററി എത്ര കാലം നിൽക്കുന്നുണ്ട്, ഐഫോൺ 15 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സാംസങ് S23 ആണ്. എൻ്റെ 256 GB വേരിയന്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 മാസം ആയിട്ടുണ്ട്, 3 മാസമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ പ്രൈമറി ഫോണായിട്ടുള്ള ഐഫോൺ 15 ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് സെയിം സിമിലർ ടൈമിൽ തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിയൊക്കെ 100% തന്നെയാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് ബാറ്ററി എന്താ പറയുക കപ്പാസിറ്റി ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ആൻഡ്രോയിഡിൽ വരുന്നു പറയുന്നുണ്ട്, ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റിലൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് വരുന്നതാണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഞാൻ കമ്പയറിങ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡറി ഫോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി രണ്ട് ഫോണിലും സ്ക്രീൻ ഓൺ ടൈം ഒക്കെ ഭയങ്കര കുറച്ച് വിടും. എന്ന് വെച്ചാൽ നമ്മൾ അധികം സ്ക്രീനിൽ നോക്കിയിരിക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിനും കണ്ണിനൊക്കെ സാധനം ഭയങ്കര പൊട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീസെന്റ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ക്രീൻ ഓൺ ടൈം കുറച്ചുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിലാണ് ഫുൾ ടൈം, വർക്കിന്റെ കേസ് ആയിക്കോട്ടെ എന്തെല്ലായിക്കോട്ടെ. അപ്പോൾ പിന്നെ ഇത് പക്ഷേ നമ്മളിപ്പോൾ എൻ്റെ മോണിറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് 32 ഇഞ്ചിന്റെ വലിയ മോണിറ്റർ. നമുക്ക് ഡിസ്പ്ലേ അത്രയും വലുതാവുന്നത് നമ്മുടെ കണ്ണിന് അത്രയും സ്ട്രെയിൻ കുറവാണ്. അപ്പോൾ ഏറ്റവും കുറവ് സ്ക്രീൻ സൈസ് വരുന്നത് നമ്മുടെ ഫോണാണ്. അപ്പോൾ ഫോണിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ട്രെയിൻ വരുത്താനുള്ള ഏറ്റവും ഭയങ്കര ചാൻസ് കൂടുതലുള്ള സാധനം, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിനൊക്കെ. പിന്നെ ഞാൻ എക്സ്ട്രാ കണ്ണാടിയും വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ണാടി വയ്ക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ബ്ലൂറേ ഗ്ലാസും വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്നൊരു മോഡ്. ഇത് നമ്മുടെ ഐഫോൺ 15 സീരീസിലും ഉണ്ട്, സാംസങ്ങിന്റെ മോഡലിലും ഉണ്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററി സെക്ഷനിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ പോയി ഓണി കഴിഞ്ഞാൽ നമുക്ക് അതിൽ 3 സെക്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരെണ്ണം ബേസിക്, ഒരെണ്ണം അഡാപ്റ്റീവ്, ഒരെണ്ണം മാക്സിമം. അപ്പോൾ ഞാൻ എപ്പോഴും അഡാപ്റ്റീവ് സെക്ഷനിൽ ഇട്ടിട്ട് ഉപയോഗിക്കാറ്. ബേസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% നോർമൽ പോലെ നമ്മൾ ചാർജിങ് വെച്ച് കഴിഞ്ഞാൽ 100% വരെ ചാർജ് ആവും. 100% ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. അഡാപ്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ, നമ്മുടെ ചാർജിങ് സ്റ്റൈലും സംഭവമൊക്കെ നോക്കിയിട്ട് അത് തന്നെ തീരുമാനിക്കും. നമ്മുടെ AI ബേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ. മാക്സിമം മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ 80% ആകുമ്പോൾ സാധനം കട്ട് ഓഫ് ആവും. അപ്പോൾ എപ്പോഴും നല്ലത് ഈ മാക്സിമം മോഡിലുള്ളതാണ്. ഞാൻ എൻ്റെ ഐഫോണിലൊക്കെ ഇടുന്നത് 80%, എന്ന് വെച്ചാൽ 80% ആകുമ്പോൾ ചാർജിങ് കട്ട് ഓഫ് ആവും. അതായത് നമ്മൾ ഒരു ബാറ്ററി സൈക്കിൾ എന്ന് പറയുന്നത് 100% ആകുമ്പോഴാണ്, അപ്പോഴാണ് നമ്മുടെ ബാറ്ററിയുടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഇത്. നമുക്ക് നമ്മുടെ അസൂസിന്റെ ലാപ്ടോപ്പിലൊക്കെ ഉണ്ട് ഈ ഫീച്ചർ ഇട്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആണെന്നില്ല. അപ്പോൾ ഞാൻ അത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ അഡാപ്റ്റീവിൽ ഇട്ടിട്ടാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കണ്ടോ, ഇപ്പം എൻ്റെ 67% ഉള്ളത്. അപ്പോൾ 67% 1 ഡേ 17 അവർ കിട്ടുന്നൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ആവറേജ് യൂസിൽ ഒരു മാക്സിമം നമുക്കൊരു 1.5 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കൊരു 1.5 ദിവസമൊക്കെ കിട്ടുന്നുണ്ട്. ആവറേജ് യൂസിലാണ്. ഞാൻ അങ്ങനെ ക്യാമറ സംഭവമൊന്നും ഉപയോഗിക്കാറില്ല. നിങ്ങളൊരു ഹെവി യൂസറൊക്കെ ആണെങ്കിൽ 1 ഡേ തന്നെ കിട്ടുള്ളൂ. അത് സെയിം ആണ് നമ്മുടെ ഐഫോൺ 15 ആയിക്കോട്ടെ. ക്യാമറ അല്ല, നമ്മുടെ ബാറ്ററി പെർഫോമൻസ് ഓൾമോസ്റ്റ് രണ്ടും സിമിലർ ആണ് കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 24 അവർ ചിലപ്പോൾ അത് കൂടി, ചിലപ്പോൾ ഒരു 36 മണിക്കൂർ വരെ അല്ലെങ്കിൽ 30 മണിക്കൂർ വരെ കൂടാം, അത്രേ ഉള്ളൂ. ഒരു അത്യാവശ്യം ഒരു മോഡറേറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.5 ദിവസം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടെണ്ണത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ ബാറ്ററി ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, മറ്റേ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. അതും ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. ഞാൻ രണ്ടിനത്തിലും ഉപയോഗിക്കുന്നത് PD ചാർജർ തന്നെയാണ്. ഒരെണ്ണം എൻ്റെ സാംസങ്ങിന്റെ ചാർജർ ഉണ്ട്, ഹണിവെല്ലിന്റെ ചാർജർ ഉണ്ട്, ആപ്പിളിന്റെ ചാർജർ ഉണ്ട്. അപ്പോൾ ഈ 3 നിങ്ങൾക്ക് അറിയാം ഐഫോൺ 15 സീരീസിൽ ടൈപ്പ് C ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു കേബിൾ മതി ഇപ്പോൾ. പിന്നെ ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിങ്ങനെ പവർ ബാങ്ക്. ഇത് നമുക്ക് 25 വാട്ട് സപ്പോർട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള പവർ ബാങ്ക് ആണ്. സാംസങ്ങിന്റെ വാച്ചും ചാർജ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മെയിൻലി ഉപയോഗിക്കാറ്. ഇത് ചാർജ് ചെയ്തിട്ട് പിന്നെ ഇതിൽ നമുക്ക് 2 ടൈപ്പ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ അത് ഇഷ്യൂ ഇല്ല. പിന്നെ നമുക്ക് അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി പെർഫോമൻസ് വലിയ എന്നുവെച്ചാൽ ചെറിയ ടൈപ്പ് ഫോണാണ്. 6.1 ഇഞ്ചുള്ള സാധനം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ നോർമൽ ഫോണായിട്ട് കമ്പയർ ചെയ്തിട്ട് ബാറ്ററി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് എപ്പോഴും കുറവായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ ബോഡിയുടെ ഉള്ളിലാണല്ലോ ബാറ്ററി വയ്ക്കുന്നത്. അപ്പോൾ അത്രയും ബാറ്ററി കുറവായിരിക്കും. 3900 mAh ആണ് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് വരുന്നത്. തോന്നുന്നുണ്ട് 3900 mAh ആണെന്ന് തോന്നുന്നുണ്ട്. തെറ്റാണെങ്കിൽ ഒന്ന് പറയട്ടെ, എനിക്ക് ഓർമ്മ കറക്റ്റിടുന്നില്ല. ആ റേഞ്ചിലാണ് എന്തായാലും, ചെറിയൊരു ഡിഫറൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്ടേഷൻ വേണ്ട, ഭയങ്കര എന്താ പറയുക ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന എക്സ്പെക്ടേഷൻ വേണ്ട. ഇതിൻ്റെ S23+ ആണ് പിന്നെ ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടുക. പക്ഷേ S23+ ഓൾറെഡി കമ്പനി നിർത്തി. അപ്പോൾ നിങ്ങൾക്ക് അതെന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല. അത് ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ എന്തായാലും സാധനം കിട്ടില്ല, നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങി മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ അത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളൊരു ചെറിയ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു ബാറ്ററി കുറയും. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഫോം ഫാക്ടർ അത്ര ചെറുതാണല്ലോ. അപ്പോൾ അത്രയും ചെറിയ ബാറ്ററി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പകരം ഇപ്പം ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ S9 ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതും ചെറുതാണ്, പക്ഷേ
എന്താ പറയുക ഇത്രയും സൈസ് കൂടുതലാണല്ലോ, തിന്നാണ്, പക്ഷെ ഇത്രയും ഒരു സൈസ് വരുന്നുള്ളൂ. ഇതിൽ ഓൾമോസ്റ്റ് 8000 mAh ബാറ്ററി വരുന്നത്. ഈ സാധനം ഒടുക്കത്തെ ബാറ്ററി ബാക്കപ്പാണ്. ഇത് 45 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സൈസ് ഇതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതും എനിക്ക് മാക്സിമം ഒരു 30 hour അത്യാവശ്യം യൂസിന് കിട്ടുന്നുള്ളൂ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് നോക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 21 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നുണ്ട്. ചെറിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടൈം എടുക്കുന്നില്ല ഫുൾ ചാർജ് ആവാനൊന്നും. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൈസിന്, പ്രത്യേകിച്ച് ഈ സാധനത്തിന് അത്യാവശ്യം നല്ല പ്രൈസ് കുറവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 50,000 55,000 രൂപയ്ക്ക് 256 GB കിട്ടും. ആ പ്രൈസിന് ഈ സാധനം നല്ല വെർത്താണ്. പിന്നെ പോരാത്തിന് നമുക്ക് ഇനി എക്സ്ട്രാ ഒരു 3 കൊല്ലം കൂടിയും സെക്യൂരിറ്റി അപ്ഡേറ്റും വാറണ്ടി എന്താ പറയുക സെക്യൂരിറ്റി അപ്ഡേറ്റും ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അത് സാംസങ്ങിൻ്റെ കാര്യം ഇപ്പോൾ കിടിലാണ്, എല്ലാ മാസം കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. പിന്നെ ക്യാമറ പെർഫോമൻസ് സൂപ്പറാണ്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ഇത് കമ്പയർ ചെയ്തിട്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചതാണ്. iPhone 15 അതുപോലെ ലൈറ്റിൽ തന്നെ എടുത്ത് ഞാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് ഇപ്പോഴും കമൻറ്റ് വന്നിട്ടുണ്ട് iPhone 15 എടുക്കണോ, S23 എടുക്കണോ, S24 എടുക്കണോ. അപ്പോൾ S23യും S24ലും ഞാനത് കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10 രൂപ 15 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ ആ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് തിരിച്ച് വാല്യൂ S24 തരുന്നില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് പെർഫോമൻസ് ഒക്കെ. ബാറ്ററി ബാക്ക് ചെറുതായിട്ട് കൂടുതലാണ്, പെർഫോമൻസും ചെറുതായിട്ട് കൂടുതലാണ്. എന്ന് വെച്ചാൽ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സോനോസ് പ്രോസറാണ് വരുന്നത്. പിന്നെ കുറേ പേർക്ക് എക്സോനോസ് പ്രോസർ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ എത്ര കാലമായിട്ടും അതൊരു 3 മാസമായിട്ടുണ്ട്, ഇത്ര കാലമായിട്ടും അതിനും വലിയ ത്രോട്ട്ലിങ്ങും സംഭവമൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് തന്നെ നമുക്ക് ആമസോണിൽ ഇത് നമ്മുടെ S24 ഓൾമോസ്റ്റ് ഒരു 58,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്നു. അങ്ങനത്തെ പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ S24 നല്ലത്. പക്ഷേ ഇപ്പോൾ ആദ്യം പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫർ വരുമ്പോൾ ഓഫർ വരുന്നിട്ട് നല്ല പ്രൈസിന് കിട്ടുകയാണെങ്കിൽ S24 എടുക്കാം. പക്ഷേ അല്ലാത്ത പക്ഷം ഈ സാധനം തന്നെയാണ് എപ്പോഴും എന്താ പറയുക വാല്യൂ ഫോർ മണിയിൽ ബീസ്റ്റ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. iPhone 15 256 GB ഒക്കെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 80,000 75,000 പ്ലസ് എന്തായാലും വരും. ബേസ് വേരിയന്റ് തന്നെ ഓൾമോസ്റ്റ് 68 67 90 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് തീരെ വാല്യൂ ഫോർ മണിയല്ല. ഓൾമോസ്റ്റ് 10,000 20,000 രൂപ ഡിഫറൻസാണ് വരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് ആണ്, സിമിലർ ബാറ്ററി പെർഫോമൻസ് ആണ്, ക്യാമറയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വച്ചുന്ന എക്സ്ട്രാ 20,000 നഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഇൻവെസ്റ്റ് ചെയ്യാം അതെടുത്തിട്ട്. ഈ ചുമ്മാ ഈ കടിച്ചാപ്പിൾ കാണാൻ കുറേ പേർക്ക് ഈ കടിച്ചാപ്പിളിനെ കാണാനുള്ള ഈ സാധനം എടുക്കുന്നത്, അല്ലാണ്ട് യൂസിനായിട്ട് നല്ല എടുക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടെന്ന് കാണാത്ര പോയി കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ര പോയി കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഫ്രണ്ട്സിലേക്ക് കമ്മിലേക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലാണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഫ്രണ്ട്സിലേക്ക് കമ്മിലേക്ക് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.